ഈ പലതവണ ഒരു റോഡിന്റെ നിർമ്മാണ ഉദ്ഘാടനത്തിൽ പങ്കെടുത്തു എങ്കിലും ഇന്നും നന്നാക്കാത്ത റോഡിലൂടെ യാത്ര ചെയ്യുന്ന ഒരു കൂട്ടം ജനങ്ങളെ പറ്റി അങ്ങ് ആദ്യം പറയാം. കടയ്ക്കൽ കുമ്മിൾ നടപ്പാറയിലെ റോഡ് ഉടനെ നന്നാക്കുമെന്ന് പറഞ്ഞ് അങ്ങനെ ഒരു കാര്യം ഇപ്പോൾ ജനങ്ങൾക്ക് മുന്നിലേക്ക് ഞങ്ങൾ ആരെങ്കിലും ചെന്ന് പറയുകയാണെങ്കിൽ നാട്ടുകാരൊന്നും ഇപ്പോൾ വിശ്വസിക്കത്തില്ല. കാര്യം എന്താണെന്നോ, പല തവണ ഈ റോഡിന്റെ നിർമ്മാണ ഉദ്ഘാടനം നടത്തുന്നതിന്റെ കണക്കുണ്ട്. അവരത് നമ്മളോട് ഇങ്ങനെ തിരിച്ചു പറയും. എന്നിട്ട് ചോദിക്കും, ഇതൊക്കെ എന്തെങ്കിലും സമയത്ത് ഇനി നടപ്പിലാക്കുമോ? ഞങ്ങൾക്കൊരു വിശ്വാസവുമില്ല. ചേട്ടാ, ഇലക്ഷൻ ആയിട്ടേ ബാക്കിയുള്ള സ്ഥലങ്ങളെ റോഡ് റെഡി ആയിക്കൊണ്ടിരിക്കുക. ഇവിടുത്തെ മാത്രം എങ്ങനെ നടക്കുന്നത്? എന്നായിരുന്നു നിർമ്മാണ ഉദ്ഘാടനത്തിന്റെ? ഇവിടുത്തെ ആദ്യത്തെ നിർമ്മാണോദ്ഘാടനം 2020 കുമ്മിൾ വെച്ചായിരുന്നു എന്നാണ് എന്റെ വിശ്വാസം. അത് കഴിഞ്ഞ് 2020 കഴിഞ്ഞ ആഴ്ച ഉദ്ഘാടനം ചെയ്താ അവരെ പാർട്ടിക്കാർ മൊത്തം പേരും വന്നു. മന്ത്രിയൊക്കെ വന്നു. മന്ത്രി വന്നു, സിഞ്ചുറാണി മന്ത്രി വന്നു. 2022 ഉദ്ഘാടനം നടന്നു. ഈ റോഡിന് വേണ്ടി എന്നും ഉദ്ഘാടനം തന്നെയായിരുന്നു. ഈ പ്രദേശത്ത് ഇപ്പോൾ ഇങ്ങനെയാണ്. കാരണം റോഡിന്റെ മോശം അവസ്ഥയെക്കുറിച്ചുള്ള തർക്കമല്ല, ഇത് എന്ന് ഉദ്ഘാടനം ചെയ്തു എന്ന വർഷത്തെക്കുറിച്ചുള്ള തർക്കമാണ്. ഇവിടെ പലർക്കും പല വർഷങ്ങളാണ് പറയാനുള്ളത്. വർഷങ്ങളായി കടയ്ക്കൽ കുമ്മിളിലെ തുളസിമുക്ക് പാങ്ങലുകാട് റോഡ് ഇങ്ങനെയാണ്. പ്രശ്നങ്ങൾക്ക് പരിഹാരമായില്ലെങ്കിലും പഞ്ചായത്ത് മെമ്പറുടെ കണക്ക് പ്രകാരം ഉദ്ഘാടനങ്ങൾ 4 എണ്ണമാണ് കഴിഞ്ഞത്. ഇത് നടന്നത് 2020, 21, 22, ഇപ്പൊ 25. അതിഭയങ്കരമായ ബുദ്ധിമുട്ടാണ്. ഇവിടെ പണികളൊന്നും നടക്കുന്നില്ല. ഇത് കുണ്ടും കുഴിയായിട്ട് കിടക്കുന്ന ഈ ക്രഷറിലെ വണ്ടികളും കൂടെ എല്ലാം കൂടെ ആകുമ്പോഴത്തെ വലിയ പാട്. ഞങ്ങൾക്ക് റോഡിന്റെ വിളിമ്പിലാണ് ഞങ്ങൾ കിടക്കുന്നത്. ഒരു തുള്ളി പാല് മേടിക്കാനോ ഞങ്ങളെ കുട്ടികളെ പഠിപ്പിക്കാൻ വിടാനോ ഞങ്ങൾക്ക് ഇറങ്ങാനോ സാധിക്കുന്നില്ല. ഇതുവഴി കുടിവെള്ളവും ഞങ്ങൾക്ക് ഇതുവരെ തന്നിട്ടില്ല. സമീപത്ത് പ്രവർത്തിക്കുന്ന ക്വാറിയിലെ വാഹനങ്ങൾ റോഡിലൂടെ കടന്നു പോകുന്നതും പ്രതിസന്ധിക്ക് കാരണമാകുന്നുണ്ട്. പഞ്ചായത്തിന്റെ കണക്കിൽ 2 ഉദ്ഘാടനങ്ങൾ മാത്രമാണ് നടന്നത്. തുളസിമുക്ക് പാങ്ങൽകാട് റോഡിന്റെ 750 മീറ്റർ റോഡ് നിർമ്മാണം പൂർത്തിയാക്കാൻ കഴിയാത്തത് നിർമ്മാണ കരാറുമായി ബന്ധപ്പെട്ട പ്രശ്നമാണെന്ന് പഞ്ചായത്ത്. ഈ 790 മീറ്ററിന് എഞ്ചിനീയറിംഗ് വിഭാഗം തയ്യാറാക്കിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ 2 കോടി രൂപയുടെ എസ്റ്റിമേറ്റാണ് തയ്യാറായി. ഉടനെ വർക്ക് ഇപ്പോൾ ടെൻഡർ ചെയ്തിട്ടുണ്ട്. എഗ്രിമെന്റ് വെച്ച് ഉടൻ പൂർത്തിയാക്കാൻ അവർ കമ്പനിയുടെ ഭാഗത്ത് നിന്ന് കഴിഞ്ഞ ദിവസവും ആ കോൺട്രാക്ടറുമായി സംസാരിച്ചു. തദ്ദേശ തിരഞ്ഞെടുപ്പിലേക്ക് കാര്യങ്ങൾ അടുക്കുമ്പോൾ നാട്ടിലെ പ്രധാനപ്പെട്ട വിഷയങ്ങളിലൊന്ന് ഈ റോഡ് തന്നെയാണ്. നാട്ടിൽ കണക്കിലെ കളി തുടരുകയാണ്. അപ്പോഴും കളിക്കളം പൊട്ടിപ്പൊളിഞ്ഞ് വർഷങ്ങളായി അങ്ങനെ തുടരുകയാണ്. ഏറ്റവും ഒടുവിലത്തെ ഉദ്ഘാടനത്തിന്റെ ഫ്ലെക്സ് ബോർഡ് പുറകിൽ കാണാം. ഇനിയും ഉദ്ഘാടനം ഉണ്ടാകും മുൻപ് ഇത് ശരിയാകണമേ എന്ന പ്രാർത്ഥനയിലാണ് നാട്ടുകാർ. ഷാനവാസ് ഫരീദിനൊപ്പം രാഹുൽ ജി നാഥ്, മാതൃഭൂമി ന്യൂസ്, കൊല്ലം.